എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. ഈ മാത്സ് എളുപ്പമാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഈ മാത്സ് എളുപ്പമാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും തപ്പി നടക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളിലെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ട്രിക്കുകൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ട്രിക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരാശരിയെ പറ്റി തന്നെയാണ്. ഈ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുപാട് ട്രിക്കുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന ട്രിക്കുകൾ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരാശരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സംഖ്യകളുടെ തുക ബൈ സംഖ്യകളുടെ എണ്ണം എന്നതാണ്. ശരിയാണ്. ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ട്രിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ട്രിക്കുകളും ബേസ് ആയിരിക്കുന്ന ഒരു ആശയം ഞാനൊന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകാം, നമുക്ക് ട്രിക്കുകളിലേക്ക് വരാം. നോക്കിക്കേ, 3, 4, 5 ഇവയുടെ ശരാശരി എന്താണ്? 3ഉം 4ഉം 5ഉം കൂട്ടുന്നു, എണ്ണം കൊണ്ട് ഹരിക്കുന്നു. എത്ര വരും? 4ഉം 3ഉം 7, 7ഉം 5ഉം 12/3 എന്ന് വരും. അത് എത്ര വരും? 4 എന്ന് വരും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കൂട്ടം സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ശരാശരി എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ചെറുതിൽ നിന്നും വലുതിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും വലുതിൽ നിന്നും ചെറുതിലേക്കോ എഴുതി കഴിയുമ്പോൾ അതിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്നതാണ്. ഇവിടെ 3, 4, 5 ചെറുതിൽ നിന്നും വലുതിലേക്കാണ്. ഒത്ത നടുക്ക് നിൽക്കുന്ന ഏതാണ്? 4 അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ശരാശരി എന്നത് നമുക്ക് 4 എന്ന് തന്നെ കിട്ടി. ആ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഞാനൊരു കാര്യം ചെയ്യാണ്. നോക്കിക്കോ, ഈ 3ന്റെ കൂടെയും 4ന്റെ കൂടെയും 5ന്റെ കൂടെയും ഒരേ സംഖ്യയായിട്ടുള്ള 2 ഞാൻ കൂട്ടുന്നു. ഓക്കെ ആണല്ലോ. 3ഉം 2ഉം എന്തായി മാറും? 5ആയി മാറും. 4ഉം 2ഉം എന്താകും? 6 ആകും. 5ഉം 2ഉം എന്താകും? 7 ആകും. ഇനി അതിന്റെ ശരാശരി ഞാൻ കാണുന്നു. ഓക്കെ ആണല്ലോ. 5, 6, 7 ചെറുതിൽ നിന്നും വലുതിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരാശരി എന്ന് പറയുന്നത് 5 + 6 + 7/3 ആണ്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 6ഉം 5ഉം 11, 11ഉം 7ഉം 18/3 സമം 6. ഒത്ത നടുക്ക് നിൽക്കുന്ന 6 തന്നെ കിട്ടും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ നേരത്തെ ഉണ്ടായിരുന്ന 3, 4, 5ന്റെ ശരാശരി 4 എന്നാൽ ആ ഓരോ സംഖ്യയോട് കൂടിയും 2 കൂട്ടിയപ്പോൾ കിട്ടിയ പുതിയ സംഖ്യകൾ 5, 6, 7 അവയുടെ ശരാശരി എത്രയാണ്? 6 ഈ 4ഉം 6ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? നോക്കിക്കേടാ, ഇതേ 2 കൂട്ടുമ്പോൾ ഈ ഇവിടെ ഓരോ സംഖ്യകളിലും എത്ര കൂടിയോ അത്ര തന്നെ ശരാശരിയിലും കൂടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ആശയം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ തന്നെ അപ്പൊ ഒരു കൂട്ടം സംഖ്യകൾ തന്നു, അതിന്റെ ശരാശരി നമുക്ക് തന്നു. അപ്പൊ ആ സംഖ്യകളിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകളിലെ അവയുടെ ശരാശരി എന്ന് പറയുന്നത് നേരത്തെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ശരാശരിയിൽ നിന്നും ആ കുറഞ്ഞ സംഖ്യ കുറച്ചാൽ മതി. ഇവിടെ കൂടിയതുപോലെ കുറയ്ക്കുമ്പോഴും ഇതേപോലെ ആശയം. ഈ ആശയമാണ് പല കാര്യങ്ങളിലും ഏറ്റവും വേരൂന്നി നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. പ്രൂഫുകൾ പഠിക്കേണ്ട, ഈ ആശയത്തിന്റെ ഐഡിയ നിങ്ങൾക്ക് ക്ലിക്ക് ആയാൽ പിന്നെ നിങ്ങൾ ആ ഷോർട്ട് കട്ട് പഠിക്കാനും ബുദ്ധിമുട്ടണ്ട. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 50. ഓക്കെ, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് പലരും പല രീതിയിലാണ് എഴുതുന്നത്. ഇതിനെ എക്സ്പ്ലനേഷൻ ഫോമിൽ എഴുതാൻ പറ്റും, അല്ലാതെയും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് വന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഷോർട്ട് കട്ട് ധൈര്യമായിട്ട് പഠിച്ചോ. നോക്കിക്കേ, തുടർച്ചയായ 6. ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നമ്മളോട് ചോദിക്കുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. ഇവിടെ എപ്പോഴും നൽകുന്നത് ഇരട്ട സംഖ്യയായിരിക്കും. ഇനി ഇവിടെ നമുക്ക് തരുന്നത് എപ്പോഴും എന്തായിരിക്കും? അതും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. എങ്കിലേ ഈ ചോദ്യം നിലനിൽക്കുകയുള്ളൂ. കാരണം ഞാൻ പറയാം, 6 ഇരട്ട സംഖ്യകൾ ഞാൻ 6 എണ്ണത്തിന് എങ്ങനെ എഴുതുകയാണ്? 1-ാം സംഖ്യ, 2-ാം സംഖ്യ, 3-ാം സംഖ്യ, 4-ാം സംഖ്യ, 5-ാം സംഖ്യ, 6-ാം സംഖ്യ. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഒത്ത നടുക്ക് നിൽക്കുന്നതാണ് ശരാശരി. അപ്പൊ ഈ 6 സംഖ്യകളുടെ ഒത്ത നടുക്ക് എന്ന് പറയുമ്പോൾ 3നും 4നും ഇടയിൽ വരും അല്ലേ? 3നും 4നും ഇടയിൽ. കാരണം ഒത്ത നടുക്ക് എന്ന് പറയുമ്പോൾ 3നും 4ന്റെയും നടുക്ക്. അവിടെയാണ് ആര് നിൽക്കുന്നത്? ഈ 50. അവിടെയുള്ള സംഖ്യ മൂന്നാമത്തെ ഒറ്റ സംഖ്യയുടെയും 4ാമത്തെ ഒറ്റ സംഖ്യയുടെയും നടുക്ക് നിൽക്കുന്ന സംഖ്യയാണ് 50. ഓക്കെ ആണല്ലോ. 6 ഒറ്റ സംഖ്യ നമുക്കുണ്ട്. അതിലെ 3ാമത്തെ സംഖ്യയുടെയും 4ാമത്തെ സംഖ്യയുടെയും നടുക്ക് നിൽക്കുന്ന ആൾ ആരാണ്?
50. അതായത് ശരാശരി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒത്ത നടുക്ക് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതേ ആശയം. അപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും സംഖ്യയുടെ ഒത്ത നടുക്ക് നിൽക്കുന്നതായിരിക്കും 50. കാരണം ഇവിടെ 6 സംഖ്യകളുണ്ട്, ഒത്ത നടുക്ക് 2 പേര് വരും. അപ്പൊ ശരാശരി അവരുടെ 2 പേരുടെയും നടുക്കായിരിക്കും നിൽക്കുക. ആശയം വ്യക്തമാണ്. ശരി, അപ്പൊ ഇതാണ് 50. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 50ന് ശേഷവും 50ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ പറഞ്ഞേ, അതേതായിരിക്കും? 50ന് ശേഷമുള്ള ഒറ്റ സംഖ്യ 51, 50ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ 49. അടാ അതായിരിക്കും നമുക്ക് വേണ്ട ഈ 6 ഒറ്റ സംഖ്യകളിലെ മൂന്നാമത്തെ ഒറ്റ സംഖ്യ 49ഉം നാലാമത്തെ ഒറ്റ സംഖ്യ 51ഉം ആയിരിക്കും. ഇനി അടുത്തത് കാണാൻ എന്ത് ചെയ്താൽ മതി? 2 കൂട്ടിയാൽ മതി അല്ലേ? 51 കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഒറ്റ സംഖ്യ 53, 53 കഴിഞ്ഞുള്ള തൊട്ടടുത്ത ഒറ്റ സംഖ്യ 55, 49ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ 47, 47ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ 45. നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തുള്ള ചെറിയ ഒറ്റ സംഖ്യയും വലിയ ഒറ്റ സംഖ്യയും അത് ഏതൊക്കെയാണ്? 45ഉം 55ഉമാണ്. അവരുടെ വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വരൂടാ? 10 എന്ന് വരും. ഓക്കെ ആണല്ലോ. 10 എന്ന് വരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ 10 എന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ദൂരമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ 45നും 55നും ഇടയിലുള്ള ദൂരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. 45നും 55നും ഇടയിലുള്ള ദൂരം. അപ്പൊ അത് നോക്കിക്കേ, 45നും 42നും ഇടയിലുള്ള ദൂരം എത്രയാണ്? 2ന്റെ ഡിഫറൻസ് ആണ്. 47ഉം 49ഉം 2ന്റെ ഡിഫറൻസ് ആണ്. 49ഉം 51ഉം 2 ഡിഫറൻസ് ആണ്. 51ഉം 52ഉം 2 ഡിഫറൻസ് ആണ്. 53ഉം 55ഉം 2 ഡിഫറൻസ് ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആകെ ദൂരം എന്ന് പറയുന്നത് 2 2 2 2 2 1 2 3 4 5 5 തവണ 2 കൂട്ടിയാൽ മതി, അതായത് 10. ഓക്കെ ആണല്ലോ. അപ്പൊ ദാ നോക്കുക, എന്താ വരുന്നത്? 2 തവണ 5 കൂട്ടുക, 5 തവണ 2 കൂട്ടുക എന്ന് പറയുമ്പോൾ 2 ഗുണം 5 10. ഈ 5നെ നമുക്ക് ഇവിടെയുള്ള എണ്ണവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? 2 ഇൻറ്റു 6 മൈനസ് 1 എന്ന് എഴുതാം. അതായിരിക്കും ആ 10 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത്രയും ചിന്തിച്ചാൽ മതി. തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ ശരാശരി നമുക്ക് തന്നു കഴിഞ്ഞിട്ട് അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഇത്ര ചെയ്താൽ മതി. എണ്ണത്തിൽ നിന്നും 1 കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെയാണ്, വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് പഠിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വിടാം. തുടർച്ചയായിട്ടുള്ള n ഒറ്റ സംഖ്യകൾ, ആ n എന്ന് പറയുമ്പോൾ ആ n എന്നത് എന്തായിരിക്കണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. n എന്ന് തരുന്ന ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ചോദ്യം തെറ്റിപ്പോകും. കാരണം ഇവിടെ നോക്കിക്കേ, ഇരട്ട സംഖ്യ ആയെങ്കിൽ മാത്രമേ ഒത്ത നടുക്ക് ഇത് വരികയുള്ളൂ. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ ഓർത്ത് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ തരേണ്ട n എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ 8 ഒറ്റ സംഖ്യകൾ, അങ്ങനെയുള്ള ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. പിന്നെ ഇവിടെയും ഇരട്ട സംഖ്യ ആയിരിക്കണം തരേണ്ടത്. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ, തുടർച്ചയായ n എണ്ണം ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്നിൽ നിന്ന് 1 കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. എന്നിൽ നിന്ന് 1 കുറയ്ക്കുക, 2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് ചെയ്തേ. തുടർച്ചയായ 8 ഒറ്റ സംഖ്യകളുടെ ശരാശരി 24 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം. അപ്പൊ നമ്മുടെ n എന്ന് പറയുന്നത് 8 ആണ്. അതെന്താണടാ? ഒരു ഇരട്ട സംഖ്യയാണ്. നമുക്കറിയാം എന്താണ്? 2 ഇൻറ്റു n മൈനസ് 1. ഇതും ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. 2 ഇൻറ്റു 8 മൈനസ് 1, അതായത് 2 ഗുണം 7 ആയിട്ടുള്ള 14 എന്ന് ഉത്തരം വരും. ഓപ്ഷൻ സി 14 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. ക്ലിയർ ആണ്? അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് വരാം. ഇതാ നോക്കിക്കേ, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 45 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ വ്യത്യാസമാണ് ചോദിച്ചത്, ഇവിടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ? ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ്? ഇതാ നോക്കടാ, എന്താണ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ വ്യത്യസ്തമായി ഇവിടെ തന്നിരിക്കുന്നത് ഒറ്റ സംഖ്യയാണ്. 5 ഒറ്റ സംഖ്യകളുടെ, 7 ഒറ്റ സംഖ്യകളുടെ, 9 ഒറ്റ സംഖ്യകളുടെ, അങ്ങനെയേ ചോദ്യം വരൂ. കാരണം ഞാൻ പറഞ്ഞു തരാം, ശരാശരി 45 ആയാൽ അപ്പൊ അവിടെ പറയുന്ന ശരാശരിയും ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പം ഇവിടെ ഈ 45 എന്നുള്ളത് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വരാം. ഈ 2 വേണമെങ്കിലും വരാം, കുഴപ്പമില്ല കേട്ടോ. എന്നാൽ ഇവിടെ ഒറ്റ സംഖ്യ എന്ന് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയുടെയും വലിയ
വലിയ സംഖ്യയുടെയും തുക കാണാൻ എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കുക, 5 സംഖ്യ എന്ന് പറയുമ്പോൾ 1-ാം സംഖ്യ, 2-ാം സംഖ്യ, 3-ാം സംഖ്യ, 4-ാം സംഖ്യ, 5-ാം സംഖ്യ. അപ്പൊ ഞാൻ ചെറുതിൽ നിന്നും വലുതിലേക്ക് ആ സംഖ്യകളെ, ആ ഒറ്റ സംഖ്യകളെ, ആ പറയുന്ന 5 ഒറ്റ സംഖ്യകളെ നിരത്തി എഴുതി കഴിഞ്ഞാൽ ഒത്ത നടുക്ക് നിൽക്കുന്നതായിരിക്കും ശരാശരി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 45 എവിടെയായിരിക്കും? 45 എന്ന് പറയുന്നത് ഇവിടത്തെ 3-ാമത്തെ സംഖ്യയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ 45-ന് ശേഷം 4-ാമത്തെ സംഖ്യ ഏതായിരിക്കും? 45 കഴിഞ്ഞ് വരുന്ന ഒറ്റ സംഖ്യ 47. 5-ാം സംഖ്യ എത്രയായിരിക്കും? 49. 45-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 43. 43-ന് തൊട്ട് മുമ്പ് 41. അപ്പൊ നമുക്കിവിടെ കിട്ടി ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 41-ഉം വലിയ സംഖ്യ എന്ന് പറയുന്നത് 49-ഉമാണ്. ഈ 49-ഉം 41-ഉം കൂടെ ഒന്ന് കൂട്ടിക്ക്. 0 ശിഷ്ടം 1, 4 4 8 1 9. 90 എന്ന് കിട്ടി. അതേ 90 ഈ ശരാശരിയുടെ ഇരട്ടി എന്ന് പറയുന്നത്. ഈ 45-ന്റെ ഇരട്ടിയും അതേ 90 തന്നെ. അപ്പൊ നമുക്ക് ഇനി സംഖ്യകൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും നമുക്ക് സംഖ്യകൾ എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. ശരാശരി ഇൻറ്റു 2. ശരാശരിയുടെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? തുടർച്ചയായിട്ടുള്ള n ഒറ്റ സംഖ്യകളുടെ n ഒറ്റ സംഖ്യകളിലെ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കാണാൻ പറ്റും. ഓക്കെയാണ്. ഒരിക്കൽ കൂടി തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ. അപ്പൊ ഇവിടെ തരുന്ന എണ്ണം എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത് ഒറ്റ, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. 45 എന്ന് പറയുന്നു. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. ശരാശരി എന്ന് പറയുമ്പോൾ 90, അതിന്റെ ഇരട്ടി. ശരാശരി എന്ന് പറയുമ്പോൾ 90, അതിന്റെ ഇരട്ടി. ഓക്കെ അല്ലേ? ശരി. അപ്പൊ അടുത്തതിലേക്ക് വരാം. ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട. തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 85 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കാണുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ആ ശരാശരി എന്ന് പറയുന്നത് 85 നമുക്ക് കാണേണ്ടത് തുകയാണ്. തുക കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ശരാശരിയുടെ ഇരട്ടി കാണുക. 80-ന്റെ ഇരട്ടി. ഇതിന് നമുക്ക് ഇങ്ങനെ കാണാം, 80 + 5 × 2 എന്ന് കാണാം. 80-ന്റെ ഇരട്ടി 160, 5-ന്റെ ഇരട്ടി 10. അപ്പോൾ മനസ്സിൽ 170 എന്ന ഉത്തരം ഓടി വരണം. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? വളരെ മനോഹരമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിന് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 7-ന്റെ ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 7-ന്റെ 1-ാം ഗുണിതം, 2-ാം ഗുണിതം, 3-ാം ഗുണിതം, 4-ാം ഗുണിതം, അങ്ങനെ പോയി 35-ാമത്തെ ഗുണിതം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ ആണല്ലോ. തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. 7-ന്റെ 1-ാം ഗുണിതം ഏതാണ്? 7 × 1 7. 2-ാം ഗുണിതം 7 × 2 14. 3-ാം ഗുണിതം 7 × 3 21. 4-ാം ഗുണിതം 7 × 4 28. അങ്ങനെ 35-ാം ഗുണിതം എന്ന് പറയുന്നത് 35 × 7 ആയിട്ടുള്ള എത്രയാണ്? 245. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇവയുടെ ശരാശരിയാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. നമുക്ക് എണ്ണം എത്രയാണെന്ന് അറിയാം. എത്ര എണ്ണം ഉണ്ട്? 35 എണ്ണമുണ്ട്. ഇനി തുക എത്ര എണ്ണമുണ്ട് എന്ന് അറിയണം. നിങ്ങൾ നോക്കിക്കേ, ഇത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ആദ്യ പദവും അവസാന പദവും നമുക്ക് അറിയാമെങ്കിൽ ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ n എന്ന് പറയുമ്പോൾ 35/2 ഇൻറ്റു ഇതെത്ര വരും? 245 ഇൻറ്റു 245 പ്ലസ് 7 എന്ന് വരും. അതായത് 35/2 ഇൻറ്റു 245 5 250 252 എന്ന് വരുന്നു. ഇതും കൂടെ വെട്ടിക്കളയുമ്പോൾ 35 × 126 എന്ന് വരും. അതവിടെ കിടക്കട്ടെ. ഞാനപ്പോൾ തുക എന്ന് പറയുന്നത് എന്താണ്? 35 × 126. 35 വെട്ടിപ്പോയിട്ട് 126 എന്ന് വരും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇതിനെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. അതാണ് ആ പറയുന്ന ഷോർട്ട് കട്ട്. എന്ത് ചെയ്യുക? 7-ന്റെ ആദ്യ ഗുണിതം എടുക്കുക.
എടുക്കുക. എത്രയാണ്? 7. 7ന്റെ ആദ്യ ഗുണിതം എടുക്കുക 7. 7ന്റെ അവസാന ഗുണിതം എന്ന് പറയുന്നത് 35 ഗുണം 7 ആണ്. അത് എത്രയാണടാ? 245. അവയുടെ പകുതി തുക കാണുക, എന്നിട്ട് പകുതി എടുക്കുക. ഇത് എത്ര വരും? 252/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 126 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആശയം മനസ്സിലായി. 7ന്റെ ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട. 7ന്റെ ആദ്യ ഗുണിതം 7 തന്നെ. 7ന്റെ 35ാം ഗുണിതം 35 ഗുണം 7 245. രണ്ടും കൂട്ടുക, പകുതി എടുക്കുക. രണ്ടും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ ഗുണിതം പ്ലസ് അവസാന ഗുണിതം /2. 7 പ്ലസ് 245 /2. 252/2 126. സെറ്റാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. മറ്റത് ഞാൻ മനസ്സിലാക്കാൻ തന്നതാ. മനസ്സിലാക്കുക, പഠിക്കാൻ തന്നത് പഠിക്കുക. ഒക്കെയാണ്, കൺഫ്യൂഷൻ ആകരുത്. ശരി, അങ്ങനെയെങ്കിൽ ഇതൊന്ന് ചെയ്തേ. 9ന്റെ ആദ്യ 15 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? 9ന്റെ ആദ്യത്തെ ഗുണിതം 9 തന്നെ. 9ന്റെ 15ാമത്തെ ഗുണിതം 15 ഗുണം 9 ആണ്. അപ്പൊ 90ഉം 45ഉം 135 എന്ന് വരും. എന്ത് വരുന്നു? പ്ലസ് 135/2. 135ഉം 9ഉം എന്ന് പറയുമ്പോൾ 4 ശിഷ്ടം 1 144. 144ന്റെ പകുതി എന്ന് വരും 100ന്റെ 50. ഇനി 44ന്റെ പകുതി 22. അപ്പൊ എത്ര വരൂടാ? 72 എന്ന് വരും. ഇനി ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്യാം. 9 പ്ലസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 15ാമത്തെ ഗുണിതം എന്ന് പറയുന്നത് എത്രയാണ്? 15 ഗുണം 9 ആണ് അല്ലെ? /2. ഈ രണ്ട് സൈഡിലും 9 ഉണ്ടല്ലോ. ആ 9 പുറത്തെടുക്കാം. ഇവിടെ 1 എന്ന് വരും. 1 പ്ലസ് ഇവിടെ 15 എന്ന് വരും. 15/2 സമം 9 ഇൻറ്റു എത്ര വരും? 16/2 എന്ന് വരും. 16ഉം 2ഉം കൂടെ ഗുണിച്ച് കളഞ്ഞാൽ 8 എന്ന് വരും. 9/8 72. അങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 9ന്റെ ആദ്യ 15 ഗുണിതങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ 9 ഇൻറ്റു 1 പ്ലസ് n. ഇതെന്ന് പറയുന്നത് എത്രാമത് ഗുണിതമാണ്? അതാണ് എന്നിന്റെ വാല്യൂ. n എന്ന് പറഞ്ഞാൽ 13 ആണ്, 15 ആണ് /2 എന്നുള്ള സൂത്രവാക്യം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നേരത്തെയും അത് തന്നെ അതേപോലെ ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയാണ്? ഇങ്ങനെ 7 ഇൻറ്റു 1 പ്ലസ് n/2. അതായത് 7 ഇൻറ്റു 1 പ്ലസ് n എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 35 ആണ് എന്നിന്റെ വാല്യൂ. എന്നിന്റെ വാല്യൂ 35. 35/2 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 1 35 36/2. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും? 18 എന്ന് വരും. 18 ഗുണം 7 എന്ന് പറഞ്ഞാൽ 70ഉം 56ഉം 126 എന്ന് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. രണ്ട് രീതികൾ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഒരേ കാര്യം ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 85 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കുട്ടിയുടെ ശരാശരി ആദ്യം ഉണ്ടായിരുന്ന ശരാശരി എന്ന് പറയുന്നത് 85 ആണ്. മലയാളത്തിന് 15 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കും ഹിന്ദിക്ക് 10 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി എന്താകുമായിരുന്നു? 90 മാറുമായിരുന്നു. 90 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ? ഈ സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ സംഖ്യകളുടെ കൂടെ ഒരേ സംഖ്യ കൂട്ടിയാൽ മാത്രമേ ശരാശരി അത്ര തന്നെ കൂടും. 3, 4, 5 ശരാശരി 4. 3ന്റെയും 4ന്റെയും 5ന്റെ കൂടെ 2 വെച്ച് കൂട്ടുമ്പോൾ 5, 6, 7 എന്ന് കിട്ടും. അവയുടെ ശരാശരി 6. ഈ 4ന്റെ കൂടെ അതേ 2 തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പം ഈ വിഷയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനും ഇതേ ആശയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ കൂടിയ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 15, 20, 10. 15ഉം 10ഉം 25, 25ഉം 20ഉം 45 എന്ന് വരും. 45 മാർക്ക്. അതായത് നിങ്ങൾക്കറിയാലോ, ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. അപ്പം ഈ തുകയിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ശരാശരിയിലെ അതിൻ്റെ തുകയിൽ 45 കൂടുമ്പോൾ ശരാശരിയിൽ എത്ര കൂടുന്നു എന്ന് നോക്കിക്കേ. ശരാശരി എത്രയാണ് ഇവിടെ കൂടുന്നത്? 85 എന്നത് 90 എത്ര കൂടിയിട്ടാണ്? 5 കൂടിയിട്ട്. അതായത് 90 മൈനസ് 85, 5 കൂടി. ശരാശരിയിൽ 5ന്റെ വർധനവുണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കുക, ഈ തുക ശരാശരിയുടെ തുകയിൽ 45 മാർക്ക് കൂടുമ്പോഴാണ്
എന്ത് ശരാശരിയിൽ 5 കൂടുന്നത്. അപ്പൊ ഈ സംഖ്യകളിലെല്ലാം ഒരേ ഇതിനകത്ത് എന്താണ് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ കുട്ടിയുടെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്തുണ്ട്, ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ മറ്റേ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാ മാർക്ക് കൂട്ടിയിട്ട് നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് നമുക്ക് കിട്ടുന്നത്, ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഈ ശരാശരിയിൽ എന്തിൻ്റെങ്കിലും കൂടുതൽ വരണമെങ്കിൽ ഈ ഓരോ സംഖ്യയിലും അത്രയും കൂടുതൽ വരണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ തുക 45 കൂടി എന്ന് പറയുമ്പോൾ ഈ 45 ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ 45 എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലാക്കാനുള്ള കാര്യമാണ്, ഷോർട്ട് കട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ശരാശരിയിൽ എന്തെങ്കിലും കൂടുതൽ വരണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതേ സാധനം, അത്രയും സാധനം തന്നെ കൂടുതൽ കൊടുക്കണം. അപ്പൊ ഈ ശരാശരിയിൽ 5 കൂടണമെങ്കിൽ, ശരാശരിയിൽ 5ന്റെ വർധനം ഉണ്ടാകണമെങ്കിൽ ഈ ഓരോ ആൾക്കാരിലും എന്തുണ്ടാകണം, 5 വെച്ചു കൂടണം. അപ്പൊ എത്ര 5കൾ ചേർന്നതാണ് 45? എത്ര 5കൾ ചേരുന്നതാണ് 45? 9 5കൾ ചേരുന്നതാണ് 45. അപ്പൊ ഈ തുക, ഈ 45ന്റെ വർധനവ് എന്ന് പറയുന്നത്, ഈ 45 ഇതിന്റെ കൂടെ കൂടുമ്പോഴാണ് 5ന്റെ വർധനം ഉണ്ടാവുക. അപ്പൊ ഈ 45 എങ്ങനെ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു? 5 ശരാശരിയുടെ തുകയിൽ ഓരോ ആൾക്കാർക്കും 45 തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പൊ 45 തുല്യമായിട്ട് 5 വെച്ച് എത്ര പേർക്ക് തുല്യമായിട്ട് വീതിക്കാം? 9 പേർക്ക്. അതായത് 9 വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. 45/5 9 എന്ന്. ഇനി ഇതാണ് ഇതിന്റെ ആശയം. നിങ്ങൾ ഇത് പഠിക്കണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് പഠിക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഇവിടത്തെ കൂടിയ മാർക്കാണ്. കൂടിയ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിന് 15 മാർക്ക്, ഇംഗ്ലീഷിന് 20 മാർക്ക്, ഹിന്ദിക്ക് 10 മാർക്ക്. അപ്പൊ ആകെ കൂടിയത് എത്രയാണ്? 45. ഇനി കൂടിയ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 90 എന്നാണ് പുതിയ ശരാശരി. പഴയ ശരാശരി എത്രയാണ്? 85. അപ്പൊ 90 മൈനസ് 85, 5ആണ് കൂടിയ ശരാശരി. കൂടിയ മാർക്കിനെ കൂടിയ ശരാശരി കൊണ്ട് ഹരിക്കുക. 45/5 സമം 9. അത്രയും വിഷയങ്ങൾ പരീക്ഷയ്ക്കുണ്ടായിരിക്കും. അതായത് 9 വിഷയങ്ങൾ. ഓക്കെ ആണല്ലോ. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. എങ്ങനെ? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ക്ലിയർ ആണ്? വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഈ ചോദ്യം ഒന്ന് തന്നെ ചെയ്ത് നോക്കിക്കേ. ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 70 ആണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 70 ആണ്. ഗണിതത്തിന് 12 മാർക്കും ശാസ്ത്രത്തിന് 8 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 74 ആകുമായിരുന്നു. 70 74 ആകുമായിരുന്നു. അപ്പൊ കൂടിയ മാർക്ക് എത്രയാണ്? 12 പ്ലസ് 8 ആയിട്ടുള്ള 20 ആണ്. ഇനി കൂടിയ ശരാശരി എന്ന് പറയുന്നത് എത്രയാണടാ? 74 മൈനസ് 70 ആയിട്ടുള്ള 4 ആണ്. ഓക്കെ ആണല്ലോ. കൂടിയ മാർക്ക് 20 ആണ്, കൂടിയ ശരാശരി 4 ആണ്. അപ്പൊ നമ്മുടെ ആകെ വിഷയങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? ആകെ വിഷയങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 20/4. കൂടിയ മാർക്കിനെ കൂടിയ ശരാശരി കൊണ്ട് ഹരിക്കുക. 20/4 ആയിട്ടുള്ള 5 ആണ്. ഓപ്ഷൻ എ 5 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 5 ഉത്തരം വന്നത് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ദാ ഇത്രയും സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശരാശരിയുടെ മേജർ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ പുഷ്പം പോലെ സെറ്റ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് ഒന്ന് നോക്കാം. ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം. ദാ നോക്കിക്കേ, നമ്മൾ തുടക്കത്തിൽ കണ്ടു n ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇത്രയായാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 2 × n മൈനസ് 1. ഓക്കെ ആണല്ലോ വ്യത്യാസം. ഇനി n ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇത്രയാണ്. അവയുടെ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ശരാശരിയുടെ ഇരട്ടി എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി 7ന്റെ ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി, 9ന്റെ ആദ്യ 15 ഗുണിതങ്ങളുടെ ശരാശരി, 10ന്റെ ആദ്യ 18 ഗുണിതങ്ങളുടെ ശരാശരി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യ ഗുണിതം പ്ലസ് അവസാന ഗുണിതം ബൈ 2. ആദ്യ ഗുണിതം പ്ലസ് അവസാന ഗുണിതം ബൈ 2. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ തരും. ഇനി ഒരു ചോദ്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണം. സ്ഥിരം ചോദിക്കുന്നതാണ്. എല്ലാ ഫോഴ്സ് ലെവൽ എക്സാമിനും റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു വിദ്യാർത്ഥിയുടെ ശരാശരി മാർക്ക് ഇത്രയാണ്, മാത്സിന് ഇത്ര മാർക്കും മലയാളത്തിന് ഇത്ര മാർക്കും ഇംഗ്ലീഷ് ഇത്ര മാർക്കും കൂടിയിരുന്നെങ്കിൽ ശരാശരി ഇത്ര കൂടിയേനെ എങ്കിൽ എത്ര വിഷയങ്ങൾ എക്സാമിനുണ്ടായി?
പരീക്ഷയ്ക്കുണ്ടായിരുന്നു. ചെയ്യേണ്ടത് കൂടിയ മാർക്കിന്റെ തുക കാണുക. എത്രയാണ് കൂടിയ ശരാശരി എന്ന് കാണുക. കൂടിയ മാർക്കിനെ കൂടിയ ശരാശരി കൊണ്ട് ഹരിക്കുക, നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ അതാ സെറ്റായില്ലേ? അപ്പൊ ഇതേപോലെ മാത്സിലെ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഷോർട്ട് കട്ട് പഠിച്ചാൽ സെറ്റാണ്. അങ്ങനെ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ഒരു കമന്റ് ഇട്ട് ഒന്ന് ക്ലാസ്സിന്റെ അഭിപ്രായം കമന്റ് ചെയ്യണം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം വീണ്ടും ഇതുപോലെയുള്ള ബാക്കി സെഷനുകളുമായി ഞാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വെറുതെ പഠിക്കുകയല്ല, കൃത്യമായിട്ട് അറിഞ്ഞു പഠിക്കണം. മർമ്മം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏതു മാർക്കും നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടവാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.